എല്ലാവർക്കും നമസ്കാരം. മാത്സ് ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് 3 നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ നോക്കാം. ഹൗ മെനി ഡിഫറെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് 2 sides 8 and 6 centimeters and area 12 square centimeters. അതായത് 2 സൈഡുകൾ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സൈഡ് ഉണ്ട് മൊത്തം നമുക്കറിയാം. 2 സൈഡുകൾ 8 and 6 centimeters വരണം. ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്ററും വരണം. അങ്ങനെ വരത്തക്ക വിധത്തിൽ എത്ര ഡിഫറെന്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം. നോൺ കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോൺ കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡും ഈക്വൽ, 3 ആംഗിളും ഈക്വൽ ആയിട്ടുള്ള ടൈപ്പ് ട്രയാങ്കിൾസിനെയാണ് കോൺഗ്രുവന്റ് എന്ന് പറയാ. നോൺ കോൺഗ്രുവന്റ് ആണ്, അതായത് 3ാമത്തെ സൈഡ് ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല, അതുപോലെ ആംഗിൾസും ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ 2 സൈഡുകൾ 8 and 6 വരണം, ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്ററും വരണം, സെയിം ആയിരിക്കണം. ഇത് മാത്രം സെയിം ആയിട്ട് എത്ര ഡിഫറെന്റ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വരയ്ക്കുന്നതിന് മുന്നൊരു കാര്യം ചെയ്യണം. 2 സൈഡുകൾ 8 and 6 സെന്റിമീറ്റേഴ്സ് വീതമാണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ആണ്, അത് 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. 2 സൈഡുകളുടെ നീളം മാത്രം തന്നാൽ നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു സാധനം കണ്ടുപിടിക്കാൻ പറ്റും. എന്താ? ഏരിയയുടെ ഫോർമുല ഹാഫ് BH ആണ്. ഹാഫ് BH 12 ആണെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്നത് ഒന്നുകിൽ 8 എടുക്കാം അല്ലെങ്കിൽ 6 എടുക്കാം. 8 ആയിട്ട് ബി എടുക്കുകയാണെങ്കിൽ h എത്ര വരും? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു h ഈക്വൽസ് 12. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ 2 8 4 ടൈംസ് പോയി. 4 ഇൻറ്റു h 12 എന്ന് പറയുമ്പോൾ h എത്ര ആയിരിക്കും? 3 ആയിരിക്കും അല്ലെ? അതായത് h ഈക്വൽസ് 12, 4 അങ്ങോട്ട് പോയി, ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് 3 സെന്റിമീറ്റർ h കിട്ടി. അപ്പൊ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലായി, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇനി നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. 8 സെന്റിമീറ്റർ ആണ് നമ്മൾ ബേസ് എടുത്തിട്ടുള്ളത്. 8 സെന്റിമീറ്റർ ബേസ് എടുത്തപ്പോഴാണ് 3 സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യണം? 8 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു ബേസ് വരച്ചു. അപ്പൊ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് AB ആണ് വിചാരിക്കാം, AB. ഇനി ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രിയിലെ വരാം. അപ്പൊ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഇത് നമുക്ക് മാച്ച് കളയാനുള്ള ലൈനാണ് കേട്ടാ. ഇത് ഇങ്ങനെ വരയ്ക്കാം. 3 സെന്റിമീറ്റർ ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ 3 എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിലൂടെ കടന്നു പോകുന്ന ABക്ക് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്കറിയാവുന്ന ഒരു അളവ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് അടുത്ത സൈഡിൽ നിന്ന് നമുക്കറിയാം. അപ്പൊ 6 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് എയിൽ കുത്താം അല്ലെങ്കിൽ ബിയിൽ കുത്താം. കാരണം AC-യുടെ ലെങ്ത് BC-യുടെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല, ഒരു സൈഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഒന്നുകിൽ AC ആവാം അല്ലെങ്കിൽ BC ആവാം. അപ്പൊ നമ്മൾ AC ആണെന്ന് വിചാരിക്കണു. 6 സെന്റിമീറ്റർ നമ്മൾ ഈ എയിൽ കുത്തിയിട്ട് 6 സെന്റിമീറ്റർ ഈ പാരലൽ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വരച്ചപ്പോ C എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇത് 6 സെന്റിമീറ്റർ നേടി. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന തരം ട്രയാങ്കിൾ നമുക്ക് കിട്ടി. 2 സൈഡ്, അതായത് 8 and 6 സെന്റിമീറ്റർ വീതം 2 സൈഡും 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയും വരുന്ന ട്രയാങ്കിൾ നമ്മൾ വരച്ചു. അപ്പൊ ഒരു തരം നമുക്ക് വരച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ എത്ര തരത്തിൽ വരയ്ക്കാൻ പറ്റുന്നതാണ് ചോദ്യം. നോൺ കോൺഗ്രുവന്റ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു തരം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ 8 സെന്റിമീറ്റർ ആണ് നമ്മൾ ബേസ് ആക്കിയിട്ട് എടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ 6 സെന്റിമീറ്റർ നമ്മൾ ബേസ് ആയിട്ട് എടുത്തപ്പോ ഹൈറ്റ് എത്ര വന്നു? 4 സെന്റിമീറ്റർ ഹൈറ്റ് വന്നു. അപ്പൊ ഇനി അങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആദ്യം തന്നെ ബേസ് നമ്മൾ വരയ്ക്കാണ്. 6 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ ബേസ് വരച്ചു. AB ഇത് പേര് കൊടുത്തു. ഇനി ബേസ് 6 സെന്റിമീറ്റർ ആയിട്ട് എടുത്തപ്പോൾ ഹൈറ്റ് 4 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് 4 സെന്റിമീറ്റർ ഇതിൽ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പൊ ഹൈറ്റ് കിട്ടി, ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ?
ഈ 4 സെന്റിമീറ്ററിൽ എവിടെയോ ആണ് നമുക്ക് കിട്ടാനുള്ള സി എന്ന് പറയുന്ന വെർട്ടക്സ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എ ബിക്ക് പാരലൽ ആയിട്ട് നമ്മൾ ഇതിലൂടെ ലൈൻ വരച്ചു. ഇനി അടുത്ത സൈഡ് ഒരെണ്ണം 6 ആയപ്പോ ഒരെണ്ണം മറ്റേത് എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? 8 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ 8 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എയിൽ കുത്തിയിട്ട് നമ്മൾ 8 മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. എന്നിട്ട് തമ്മിൽ ജോയിൻ ചെയ്തു. അതൊരു വേറെ ടൈപ്പിൽ കിട്ടി നമുക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ 6 and 8 സെന്റിമീറ്റർ വീതം സൈഡുകളും 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് കിട്ടി. ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര തരത്തിൽ നോൺ കോൺഗ്രുവന്റ് ആയിട്ട് എത്ര തരത്തിൽ വരയ്ക്കാൻ പറ്റും? 2 തരത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്? ഇപ്പൊ 12 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ടാണ് നമ്മൾ വരച്ചത്. ഇനി 24 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന വിധത്തിൽ എത്ര തരത്തിൽ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8 and 6 സെന്റിമീറ്റർ തന്നെ. സൈഡുകളുടെ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പൊ സൈഡുകൾ 8 and 6 തന്നെ വരും വേണം. ഏരിയ 24 ആവും വേണം. അപ്പൊ എങ്ങനെ ഇരിക്കും? ഏരിയയിൽ ചേഞ്ച് വന്നു. ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം. സൈഡുകൾ 6 and 8 തന്നെ പാടുള്ളൂ. അപ്പൊ ഹാഫ് ബി എച്ച് ആണ് ഈ 24. അപ്പൊ 8 and 6 ആണ് 2 സൈഡ്. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 8 ബേസ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് ഈക്വൽസ് 24. 4. അപ്പൊ എച്ച് എത്ര വരും? 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 6 സെന്റിമീറ്റർ ഹൈറ്റ് വരും. മനസ്സിലായില്ലേ? ഇനി ബി നമ്മൾ 6 ആയിട്ട് എടുത്താലോ? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു എച്ച് ഈക്വൽസ് 24. അപ്പൊ 3 വന്നു. 8 സെന്റിമീറ്റർ ഹൈറ്റ് വന്നു. അപ്പൊ ഇങ്ങനെ 2 തരത്തിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് 8 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരയ്ക്കാം. 8 സെന്റിമീറ്റർ വരച്ചു. എ ബി എന്ത് ചെയ്യണം? മുന്നത്തെ പോലെ തന്നെ പ്രൊട്രാക്ടർ വെച്ചു. 90 ഡിഗ്രി മാർക്ക് ചെയ്തു, വരച്ചു. എന്നിട്ട് ഹൈറ്റ് 8 ആയിട്ട് എടുത്തപ്പോൾ ഹൈറ്റ് എത്രയാണ്? 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ 6 മാർക്ക് ചെയ്തു. അതിലൂടെ നമ്മളൊരു 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ വരച്ചത് തന്നെയല്ലേ ഈ പോയിന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞു ഇവിടെ പാരലൽ ലൈനൊക്കെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. സി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. മനസ്സിലായോ? അപ്പോ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് കിട്ടി. 6 സെന്റിമീറ്റർ. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഉണ്ടാ? 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഹൈറ്റ് 6 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 6 സെന്റിമീറ്റർ തന്നെയാണ് നമ്മുടെ അടുത്ത സൈഡിന്റെ ലെങ്ത്തും. മനസ്സിലായ? അതുകൊണ്ടാണ് അത് ആ പോയിന്റിൽ തന്നെ വന്നത്. അല്ലാണ്ട് മറ്റേതിൽ നമ്മൾ വരച്ചപ്പോൾ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 3 വരച്ചപ്പോഴും ഇവിടെ ആയിട്ടാണ് അടുത്ത പോയിന്റ് നമുക്ക് കിട്ടിയത്, വെർട്ടക്സ് കിട്ടിയത്. ഇവിടെ ഹൈറ്റും നെക്സ്റ്റ് സൈഡും 6 തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് ആ പോയിന്റ് വന്ന് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യണേ? അടുത്തായിട്ട് നമ്മൾ 6 സെന്റിമീറ്റർ ആണ് നമ്മൾ വരച്ചു. എ ബി 6 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തു. പക്ഷെ ഹൈറ്റ് വരുന്നത് 8 സെന്റിമീറ്റർ ആണ്. നമ്മുടെ അടുത്ത സൈഡും 8 തന്നെയാണ്. അപ്പൊ 8 മാർക്ക് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ 8 സെന്റിമീറ്റർ ആയിട്ട്. അപ്പൊ രണ്ടും സെയിം ട്രയാങ്കിൾസ് അല്ലേ? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് അല്ലേ? കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേ സൈഡുകൾ വരാം, ഒരേ ആംഗിൾ വരാം. നോൺ കോൺഗ്രുവന്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ഇത് വേണ്ട. ഇത് തന്നെയാണ്, ഇത് സെയിം ആണ്. മനസ്സിലായില്ലേ? അപ്പൊ 6 and 8 സെന്റിമീറ്റർ വീതം സൈഡുകളും പിന്നെ 24 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയയും വരുന്ന എത്ര ഡിഫറെന്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? ഒരെണ്ണ വരയ്ക്കാൻ പറ്റുള്ളൂ. മറ്റേത് വരയ്ക്കുമ്പോൾ അത് വരച്ചു വരുമ്പോൾ സെയിം ആയിട്ട് തന്നെ കാണാം. അതുകൊണ്ട് മറ്റേത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു തരത്തിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കൂ. മനസ്സിലായി?